തൗഫീഖ് കൊണ്ട് വിവരങ്ങൾ നൽകാനായി. തൗഫീഖ്, ഇപ്പോൾ ഈ സ്ഫോടനമുണ്ടായത് ഹുണ്ടായി i20 കാറിലാണ് എന്ന് അമിത്ഷാ തന്നെ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് 7 മണിക്കാണ് ഈ ബ്ലാസ്റ്റ് നടക്കുന്നത്. അപ്പോൾ ഇതിൽ ഈ റെഡ് ഫോർട്ടിന് സമീപത്ത് ഈ ട്രാഫിക് സിഗ്നലിൽ നിന്നും കാർ വളരെ പെതുക്കെ പോവുകയും മറ്റു ചില വാഹനങ്ങൾക്ക് കേടുപാടുകൾ വരുത്തുകയൊക്കെ ചെയ്തു. ഈ സ്ഫോടനം നടന്ന് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് NSG NI ടീംസും ഒക്കെ അവിടെ എത്തിയിട്ടുണ്ട് എന്നതടക്കമുള്ളത് പറഞ്ഞു. മാത്രമല്ല ഈ CCTV ക്യാമറകളടക്കം ഇത് പരിശോധിക്കുന്നുണ്ട് സ്പെഷ്യൽ ബ്രാഞ്ച്. ഒപ്പം തന്നെ ഡൽഹി സ്പെഷ്യൽ ബ്രാഞ്ച് അടക്കമുള്ള ആളുകൾ NIA വിശദമായി തന്നെ ഇത് പരിശോധനകൾ നടത്തുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഒപ്പം തന്നെ അദ്ദേഹം ഈ സംഭവ സ്ഥലത്തും ആശുപത്രിയിലും സന്ദർശനം നടത്തുന്നുണ്ട് എന്നും അമിത്ഷാ പറയുന്നുണ്ട്. തൗഫീഖ്, അമിത്ഷാ LNGP ആശുപത്രി അദ്ദേഹം സന്ദർശിക്കുന്നുണ്ട് എന്നും അദ്ദേഹം പറയുന്നു. സ്ഫോടനം നടന്ന് ഇതുവരെ സംഭവിച്ച കാര്യങ്ങളാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. സ്ഫോടനം നടന്ന് 10 മിനിറ്റിനകം തന്നെ ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെയും അതോടൊപ്പം തന്നെ മറ്റു അന്വേഷണ സംഘങ്ങൾ എല്ലാവരും ഈ സംഭവ സ്ഥലത്തെത്തുകയും ആവശ്യമായിട്ടുള്ള നടപടികളും അന്വേഷണങ്ങളും എല്ലാം ആരംഭിച്ചു എന്നാണ് ആഭ്യന്തരമന്ത്രി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എന്നാൽ എന്താണ് കൃത്യമായിട്ട് നടന്നത്, ഏതെങ്കിലും തരത്തിലുള്ള ആസൂത്രണങ്ങൾ ഈ നടന്ന സ്ഫോടനവുമായി ബന്ധപ്പെട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇതുവരെയും കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. അത് അന്വേഷണം നടത്തുകയാണ്. അതിനുശേഷമായിരിക്കും അദ്ദേഹം അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പങ്കുവെക്കുക. നിലവിലൊരു സ്ഫോടനം നടന്നു, ഈ രീതിയിലാണ് നടന്നത്, ഇത്ര ആളുകൾ മരിച്ചിട്ടുണ്ട്, ഇത്ര ആളുകൾ ആശുപത്രിയിലാണ് എന്നുള്ളൊരു പ്രാഥമികമായിട്ടുള്ള വിവരങ്ങൾ മാത്രമാണ് ആഭ്യന്തരമന്ത്രിയിൽ നിന്ന് ലഭിച്ചത്. ഇതിൽ ആസൂത്രിതമായിട്ടുള്ള സ്ഫോടനമാണ് അല്ലയോ, എന്താണ് യഥാർത്ഥത്തിൽ നടന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു സൂചന പോലും ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്തോട് ഇതുവരെ ഉണ്ടായിട്ടില്ല. വരും മണിക്കൂറുകളിൽ അദ്ദേഹത്തിന്റെ വിവരമായ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അന്വേഷണ സംഘത്തിന്റെ പക്കൽ നിന്ന് ലഭിച്ചതിനു ശേഷം അദ്ദേഹം വീണ്ടും മാധ്യമങ്ങളെ കണ്ട് ഇക്കാര്യം അറിയിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നിലവിൽ ഈ സ്ഫോടനം നടന്ന സ്ഥലവും അതോടൊപ്പം തന്നെ ആശുപത്രിയെല്ലാം ആഭ്യന്തരമന്ത്രി സന്ദർശിക്കുന്നു. നാളെ രാവിലെയായിട്ടായിരിക്കും മന്ത്രിയുടെ സന്ദർശനം ഉണ്ടാവുക. നിലവിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഡൽഹിയിൽ ഇത്തരമൊരു അപകടമുണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്താകമനം വലിയ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് മുംബൈ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വലിയ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മുംബൈയിൽ ഉൾപ്പെടെ നിരന്തരം ഇതിനു മുമ്പ് വലിയ സ്ഫോടനങ്ങൾ നടന്ന ഒരു നഗരമാണ്. അതുകൊണ്ട് അവിടെ ഇന്ന് രാത്രി മുതൽ കർശനമായിട്ടുള്ള പരിശോധനകൾ ഉണ്ടാകണം എന്നുള്ള നിർദ്ദേശം ഇപ്പോൾ ആഭ്യന്തര മന്ത്രാലയം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഉത്തർപ്രദേശിന്റെ വിവിധ ഇടങ്ങളിലും ചെക്ക് പോസ്റ്റുകളിൽ ഉൾപ്പെടെ പോലീസിന്റെ പരിശോധന തുടരുകയാണ്. സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ടെത്തുന്ന ആളുകളെ കസ്റ്റഡിയിലെടുക്കണം എന്നുള്ള നിർദ്ദേശം ഇപ്പോൾ നൽകിയിട്ടുണ്ട്. അവരെ കസ്റ്റഡിയിലെടുത്ത ചോദ്യം ചെയ്യണം എന്നുള്ള നിർദ്ദേശം ഇപ്പോൾ ആഭ്യന്തര മന്ത്രാലയം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഉത്തർപ്രദേശിലെ എല്ലാ ജില്ലകളിലും പോലീസ് അതീവ ജാഗ്രതാ നിർദ്ദേശം. ശരി, അമിത്ഷാ LNGP ആശുപത്രി സന്ദർശിക്കും. ഡൽഹി ക്രൈംബ്രാഞ്ച് ഈ അന്വേഷണം നടത്തുന്നുണ്ട്. ഈ സംഭവ സ്ഥലത്തൊക്കെ അമിത്ഷാ സന്ദർശനം നടത്തുന്നു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു വിവരം തൗഫീഖ് നൽകുകയാണ്. ഈ വാർത്തയിലേക്ക് വളരെ പെട്ടെന്ന്